ക്രമസമാധാന ചുമതലയുള്ള ADGP, ഭരണകക്ഷി MLA ഇത്രയധികം ആരോപണം ഉന്നയിച്ചും അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ് എന്നതാണ്. ഒരുപക്ഷെ ഒരു സസ്പെൻഷനിൽ ഒതുങ്ങില്ല എന്നുള്ളത് കൊണ്ടായിരിക്കുമോ വിനീത ഈ അവധിയിലേക്ക് പോയത്? അതിലും വലിയ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് പൊതുവിൽ സംശയിക്കേണ്ടത്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ സുജിത് ദാസിനെതിരെ മാത്രമേ നടപടി ഉണ്ടാകൂ എന്നുള്ളതായിരുന്നു പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത. പക്ഷേ അതിനിടെയാണ് ഇന്ന് CPM-ൻ്റെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുന്ന ദിവസം തന്നെ അൻവർ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. സമയം 4.5 മണിക്കൂർ കഴിയുന്നു വിനീത വെളിപ്പെടുത്തൽ തുടങ്ങിയിട്ട്. ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ CPM-ൻ്റെ ഭാഗത്തു നിന്നോ ഒരു വിശദീകരണവും വന്നില്ല. അതായത് ഭരിക്കുന്ന പാർട്ടി മറുപടി പറയേണ്ട ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തി എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ്, ആ ആഭ്യന്തര വകുപ്പിൽ ഒരു ADGP-യുടെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും സഹായത്തോടെ സമാന്തര ഭരണം നടക്കുന്നു എന്ന് ഭരണകക്ഷി MLA പറഞ്ഞ് 4.5 മണിക്കൂർ പിന്നിട്ടിട്ടും ഒരക്ഷരം പോലും പറഞ്ഞില്ല. മാത്രമല്ല, പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് പോലും ഈ സമയം വരെ വന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരെയാണ് ഗുരുതരമായ പരാമർശമുള്ളത്. അതിലെല്ലാം തൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് ആത്മവിശ്വാസത്തോടുകൂടി ഭരണകക്ഷി MLA പ്രസ്താവിച്ച് 4.5 മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു മറുപടിയും ആരുടെ ഭാഗത്തുനിന്നുമില്ല. എങ്ങനെയാണ് ഇനി ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏവരും ശ്രദ്ധയോടെ നോക്കുന്നത്. സർക്കാർ സംവിധാനവും പാർട്ടി നേതൃത്വവും എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും അറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഓരോ കാര്യങ്ങളായി എണ്ണി പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിനെതിരെ, അതായത് മുഖ്യമന്ത്രി പറയുന്നതിനെതിരെ എങ്ങനെ ADGP-യും പോലീസും പ്രവർത്തിച്ചു എന്നുള്ളതാണ്. തൃശ്ശൂർ പൂരം കലക്കിയത് BJP നേതാവിനെ MP ആക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ VD സതീശനെ പരാതിക്കാരനായ നിയമസഭയിൽ ഉയർത്തിയ PV അൻവറിൻ്റെ ഭാഗം പോലും കേൾക്കാതെ കഴമ്പില്ലെന്ന് തള്ളിക്കളഞ്ഞത് UDF-നെ സഹായിക്കാനാണ്. അങ്ങനെ ഈ 3 വിഭാഗങ്ങളായി ഇതിനെ കൃത്യമായി കൂട്ടിക്കെട്ടുകയാണ് PV അൻവർ. അതിലൊന്ന് സർക്കാരിനെതിരായി പ്രവർത്തിക്കുന്നു, 2 BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കാൻ ശ്രമിച്ചു, 3 VD സതീശനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച ഗുരുതരമായ ആരോപണം കഴമ്പില്ലെന്ന് പറഞ്ഞ് തൻ്റെ മൊഴി പോലും എടുക്കാതെ തള്ളിക്കളഞ്ഞു. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ് EMR അജിത് കുമാർ. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയോട് പലതവണ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും P ശശി അനങ്ങിയില്ല. അതിൻ്റെ അർത്ഥം P ശശി പരാജയമാണെന്നാണ്. PV അൻവറിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കിയാൽ അജിത് കുമാറിന് ശശിയുടെ പിന്തുണയുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ MR അജിത് കുമാർ ഒറ്റയ്ക്കല്ല എന്ന് PV അൻവർ പറയുന്നു. പിന്നെ എങ്കിൽ അജിത് കുമാറിൻ്റെ കൂടെ ആരാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. നേരത്തെ അഷ്കർ സൂചിപ്പിച്ചതുപോലെ കരിപ്പൂർ വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് മുതൽ കൊലപാതകം നടത്താനുള്ള സാധ്യതകളിലേക്ക് വരെ PV അൻവർ എത്തുകയാണ്. കൃത്യമായ ആത്മവിശ്വാസത്തോടുകൂടി പല ഘട്ടങ്ങളിലും സുജിത് ദാസിൻ്റെ ടെലിഫോൺ റെക്കോർഡ് സംഭാഷണങ്ങൾ പ്ലേ ചെയ്ത് കാണിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതിലൊരു കോൺഫിഡൻസ് ഉണ്ട് വിനീത, ഒരു ആത്മവിശ്വാസമുണ്ട്. ഒരുപക്ഷെ നമുക്കും ഉള്ള ഒരു സംശയം, കൃത്യമായി PV അൻവർ ഒരുങ്ങിയിറങ്ങിയത് തന്നെയാണ്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ 3 ദിവസം മുമ്പ് നമ്മൾ പുറത്തുവിട്ട PV അൻവറിൻ്റെയും SP-യുടെയും സംഭാഷണം, ആ സംഭാഷണത്തെ തുടർന്നും PV അൻവറിന് ഒന്നും സംഭവിച്ചില്ല. ഇന്നിപ്പോൾ 4.5 മണിക്കൂർ കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. ഗുരുതരമായ ആരോപണം ഒരുപക്ഷെ വലിയ തലങ്ങളിലേക്ക് പോകാനുള്ള ഒരു തുടക്കമായിട്ട് ഇന്നത്തെ വാർത്താ സമ്മേളനം മാറിയേക്കാം വിനീത. ശരിയാണ്. ഇനി എന്താണ് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും പറയാനുള്ളത്, പാർട്ടിയുടെ നിലപാട് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് അറിയാനുള്ളത്. കാരണം ഭരണകക്ഷിയിൽ നിന്നുള്ള ഒരു MLA ആണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ നീളുന്ന രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നത്. നമുക്ക്